ഹലോ ബഡീസ്, നമ്മുടെ ഗപ്പി ടാങ്കിൽ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ആവശ്യത്തിലധികം വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ പർപ്പിൾ മൊസൈക്കിൻ്റെ ബ്രൂഡിൻ്റെ ടാങ്കാണിത്. അപ്പോൾ ചെടികളൊക്കെ വളർന്നു നിൽക്കുന്ന കാരണം മീനുകൾക്ക് നീന്താനുള്ള സ്ഥലമൊന്നും ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. ഇത് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അവസ്ഥയാണ്. ഇതിൻ്റെ അകത്ത് വാട്ടർ പോപ്പി, ഫ്രോഗ് ബിറ്റ്, അതുപോലെ തന്നെ കബോമ്പ എല്ലാം തന്നെ നല്ല രീതിയിൽ വളർന്ന് ഇപ്പം നിൽക്കുന്നുണ്ട്. മീനുകളെല്ലാം നീന്താൻ സ്ഥലമില്ലാതെ ഒരു മൂലക്കായിട്ട് വന്ന് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വാട്ടർ പ്ലാന്റുകളൊക്കെ കണ്ടമാനം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ മീനുകൾക്ക് ഫ്രീ സ്വിം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെയൊക്കെ അത് ബാധിക്കും. വാട്ടർ ക്യാബേജൊക്കെ ഇപ്പോൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആദ്യമേ ഒഴിവാക്കേണ്ട വാട്ടർ പ്ലാന്റ്സ് ആണ്. ഈ വാട്ടർ പോപ്പിയും ഫ്രോഗ് ബിറ്റും കാഴ്ചയിൽ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഈ ഫ്രോഗ് ബിറ്റിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങി മീനുകൾക്ക് നീന്താൻ പറ്റാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെയാണ് കബോമ്പ പ്ലാന്റ്. വെള്ളത്തിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കുറച്ചധികം പ്ലാന്റ്സ് എല്ലാം ഒഴിവാക്കിയത് കാരണം മീനുകൾക്കെല്ലാം അത്യാവശ്യം ഫ്രീ സ്വിം ചെയ്യാനുള്ള സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.